ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. യജിബു ദാലിക അലൽ ആബാഇ വൽ ഉമ്മഹാത്ത് സുമ്മൽ അജ്ദാദി വൽ ജദ്ദാത്ത് സുമ്മൽ ഔസിയാ. കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതും അവരടിക്കേണ്ടതും പിതാക്കന്മാർക്കും ഉമ്മമാർക്കുമാണ് നിർബന്ധം. അവരില്ലെങ്കിൽ പിതാമഹന്മാർക്കും വലിയുമ്മമാർക്കുമാണ്. അവരുമില്ലെങ്കിൽ ഔസിയാ, ഈ കുട്ടികളുടെ ചുമതല, കാര്യങ്ങൾ നോക്കി നടത്തണമെന്ന് ഏൽപ്പിക്കപ്പെട്ടവർ. വകദാ യജിബു അലൈഹിം അൻ യുഅല്ലിമുഹു ജമീഅ ശറാഇഇ ളാഹിറ. ഇതുപോലെ ശരീഅത്തിൻ്റെ ബാഹ്യമായ മുഴുവൻ കാര്യങ്ങളെയും കുട്ടിയെ പഠിപ്പിക്കേണ്ട ബാധ്യതയും അവർക്കുണ്ട്. വ അംറുഹു ബിൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുകയും വ നഹീഹു അനിൽ മുൻകർ, ചീത്ത കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. വളർബുഹു അലാ ദാലിക, അതിൻ്റെ പേരിൽ ആവശ്യമാണെങ്കിൽ അടിക്കലും നിർബന്ധമാണ്. ഹത്താ യബുലുഗ റഷീദൻ, കുട്ടി കാര്യബോധമുള്ളവനായിട്ട് പ്രായപൂർത്തിയെത്താൻ ഇത് അനിവാര്യമാണ്. ഇങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ശരീഅത്തിൽ കുട്ടിയുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന നിർബന്ധമായ കാര്യങ്ങളെ കൽപ്പിക്കലും പാടില്ലാത്ത കാര്യങ്ങളെ വിരോധിക്കലും നിർബന്ധമാണ്. കണ്ടില്ലെന്നൊരിക്കലും നടിക്കരുത്. കുട്ടിയെ വളർത്തേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്, രക്ഷിതാക്കൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, നല്ല അവസ്ഥയിലാണ് എല്ലാ കുട്ടിയും ജനിക്കുന്നത്. പിന്നെ ആ കുട്ടി വഴികെട്ടു പോകുന്നത് രക്ഷിതാക്കളുടെ ഇടപെടൽ മുഖേനയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടിയെ നിർബന്ധമായ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടും വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടും കുട്ടിയെ വളർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. അതിനാദ്യം രക്ഷിതാക്കൾ നേരത്തെ പറഞ്ഞ റോൾ മോഡലാകണം. രക്ഷിതാക്കൾ ആ കാര്യം ചെയ്യുകയും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് കുട്ടികളെ വളർത്തേണ്ടത്. എങ്കിൽ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടും, ദുനിയാവിലും ആഖിറത്തിലും സമൂഹത്തിലും ഉപകാരപ്പെടും. ഇതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ തിയറി. അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതും. ഇനി നമുക്ക് നിസ്കാരത്തിൻ്റെ ശർത്തുകളിലേക്ക് പ്രവേശിക്കാം. ലിസ്വലാത്തി ശുറൂത്തുൻ വ അർക്കാനുൻ ലാ തസിഹു സ്വലാത്തു ബിദൂനിഹ. നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ഫർളുകളുമുണ്ട്. ഷർത്തുകളും ഫർളുകളുമില്ലാതെ നിസ്കാരം സ്വഹീഹ് അല്ല. ഷർത്തും ഫർളും എന്താണ് വ്യത്യാസം? ഷർത്ത് നിസ്കാരത്തിൽ പെടുന്നതല്ല, നിസ്കാരത്തിൻ്റെ മുമ്പേ വേണം, നിസ്കാരം തീരുന്നത് വരെ വേണം. ഫർള് എന്നാൽ നിസ്കാരത്തിൽ പെട്ടതാണ്, അതിൻ്റെ ഭാഗങ്ങളാണ്. ഇതാണ് വ്യത്യാസം. ഉദാഹരണം, ഔറത്ത് മറക്കുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗമല്ലല്ലോ. ഔറത്ത് മറച്ചിട്ടാണ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ട ഒരു ഭാഗമാണ്. ഇതാണ് ഷർത്തും ഫർളും വ്യത്യാസം. ഈ ഷർത്തും ഫർളും ഇല്ലാതെ നിസ്കാരം സ്വഹീഹല്ല. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എല്ലാവർക്കും അറിയാം. 1 അത്വഹാറത്തു അനിൽ ഹദസ്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. അശുദ്ധി 2 വിധമാണ്. ചെറിയ അശുദ്ധിയുണ്ട്, വലിയ അശുദ്ധിയുണ്ട്. ചെറിയ അശുദ്ധി ഉണ്ടാകുന്നത് 4 കാരണങ്ങളാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. വുളൂ ചെയ്തുകൊണ്ടാണ് ചെറിയ അശുദ്ധി ശുദ്ധിയാകേണ്ടത്. കുളിച്ചുകൊണ്ടാണ് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവേണ്ടത്. ഏതായിരുന്നാലും നിസ്കാരത്തിന് ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ ഉണ്ടാകാൻ പാടില്ല, ശുദ്ധി വരുത്തണം. രണ്ടാമത്തെ കാര്യം ത്വഹാറത്തുൽ ബദൻ വൽ മൽബൂസ് വൽ മക്കാൻ അനിൻ നജസ്, അഴുക്കിൽ നിന്ന്. നജസ് എന്ന് പറയുന്ന ശരീരത്തിൽ പ്രത്യേകമായ അഴുക്കിൽ നിന്ന് നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും സ്ഥലവും ശുദ്ധിയായിരിക്കേണ്ടതുണ്ട്. ഫലാ തസിഹു സ്വലാത്തു മഅ നജസിൻ ഗൈരി മഅഫൂവിൻ അൻഹു, അപ്പോൾ മാപ്പർഹിക്കാത്ത നജസുണ്ടായിരിക്കെ നിസ്കാരം സാധുവല്ല. വലു നാസിയൻ ഔ ജാഹിലൻ, മറന്നുകൊണ്ടാണെങ്കിൽ പോലും, അറിവില്ലാതെയാണെങ്കിൽ പോലും നിസ്കാരം സാധുവല്ല. നജസ് ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അത് അന്യത്ര വിശദീകരിക്കും. മൂന്നാമത്തെ ഷർത്ത് സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്. ഇതിനും പ്രത്യേക ചാപ്റ്റർ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ ചർച്ച ചെയ്യും. നാലാമത്തത് മഅരിഫത്തു ദുഖൂലിൽ വക്തി, സമയം പ്രവേശിച്ചിട്ടുണ്ട് എന്നറിയലാണ്. സമയം പ്രവേശിച്ചാൽ മാത്രം മതിയാകില്ല, പ്രവേശിച്ചിരിക്കുന്നു എന്ന് അറിയുകയും വേണം. സമയമായിട്ടുണ്ട് എന്ന് ഉറപ്പോ അല്ലെങ്കിൽ ഒരു ധാരണയോ ഇല്ലാതെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സമയത്താണ് നിസ്കരിച്ചതെങ്കിൽ പോലും ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതോ സഹിയാകുന്നതോ അല്ല. അഞ്ചാമത്തത് ഇസ്തിഖ്ബാലുൽ കിബ്ലത്തി, കിബ്ലയ്ക്ക് മുന്നിടുക എന്നതാണ്. ഇല്ലാ ഫി സ്വലാത്തി ഷിദ്ദത്തുൽ ഖൗഫി വ നഫ്ലി സഫരി മുബാഹിൻ, അനുവദിക്കപ്പെട്ട യാത്രയിലെ സുന്നത്ത് നിസ്കാരം
അതിശക്തമായി പേടിയുള്ള സമയം നിസ്കരിക്കേണ്ടി വന്നു, ആ സമയത്തുള്ള നിസ്കാരം. ഈ 2 സമയത്തല്ലാത്ത എല്ലാ നിസ്കാരങ്ങളിലും കിബിലക്ക് മുന്നിടുക എന്നത് ഷർത്താണ്. ഈ 5 ഷർത്തുകളും വിശദമായി പറയേണ്ടതാണ്. ഈ 5 ഷർത്തുകൾക്കും ഷർത്തും ഫർളുമുണ്ട്.